ഈ ഒരു സമയം കൊണ്ട് തന്നെ യോഗ വീട്ടിലേക്ക് തിരിച്ചെത്തി. അത് നാദിയ കാണുന്നില്ല. അവൻ സഹോദരിയെ തെരഞ്ഞ് മുറിയിലേക്ക് ചെന്നപ്പോ നാദിയ മുറിയിലുണ്ടായിരുന്നില്ല. അവള് തൊട്ടടുത്ത വീട്ടിലാണെന്ന് യോഗയ്ക്ക് അറിയില്ലല്ലോ. എന്നാൽ ഈ സമയത്താണ് മുകളിൽ നിന്ന് നാദിയയുടെ കരച്ചില് കേൾക്കുന്നത്. അവനാകെ പേടിച്ചു പോയി തന്റെ സഹോദരിയെ തെരഞ്ഞ് അവൻ ആ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ മുകളിലേക്ക് ഓടിക്കേറി. അപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. ഒരു സ്ത്രീ അവിടെ പുറംതിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു പേടിയോടെയാണെങ്കിലും അവൻ ശ്വാസം അടക്കി പിടിച്ച് ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. ഈ ഒരു കാഴ്ച കണ്ട് അവൻ അലറിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എങ്ങോട്ടോടിയാലും ചുറ്റും പ്രേതങ്ങളാണ്. യോഗ മരണഭയത്തില് തന്റെ ചെവിയൊക്കെ പൊത്തിപ്പിടിച്ച് കണ്ണടച്ച് ഉറക്കെ കരയുന്നുണ്ട്. ഈ സമയത്താണ് നാദിയ അവന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. നാദിയ ചേട്ടനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവൻ കണ്ണു തുറന്നു നോക്കി. ഇപ്പോ ആ പ്രേതങ്ങളെയൊന്നും അവിടെ കാണാനില്ല. അന്ന് പാതിരാത്രിക്കാണ് സുയാറ്റോ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. കയ്യിലൊരു ആടുണ്ട്. നാദിയ ഓടി ചെന്ന്